ഗൈസ്, പൊളിക്കാനും വെച്ചുകാരും പുതിയ വീടായിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കമ്പ്യൂട്ടർ മേടിച്ചു, കീബോർഡ് ഇല്ലാന്നുള്ളൂ. ഇതേ കണ്ടോളൂ. നമ്മൾ ഈ മൗസ് ഇത്, കമ്പ്യൂട്ടർ ഇത്, നമ്മുടെ CPU ഇത് എല്ലാം സെറ്റാണ്. പക്ഷെ ഇത്രയും വലിയ എഴുതിയിട്ടവൻ ഈ ലോകത്ത് ആരുമില്ലല്ലോ. ഒരു ഇതാണ്ട് വായന തന്നെ. ചുണ്ട് എന്താണെന്നറിയില്ല, ഉണങ്ങി പൊട്ടിയതായി ഈ കാലാവസ്ഥ. എന്നാടേ ചുണ്ടി ചോരയായത്. നമ്മുടെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് ആരുമില്ല. കാരണം പറയട്ടെ, ഞാനേ കമ്പ്യൂട്ടർ ഓണാക്കിയിട്ട് പാട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. പാട്ട് വെച്ചും ചെയ്യാൻ വിചാരിച്ച, പക്ഷെ നടന്നത് യുദ്ധമായിപ്പോയി. ഇവിടെ ആകെ 2 കളറുള്ളൂ, അല്ല 2 സ്വിച്ചുള്ളൂ. എന്നിട്ട് ഒരു സ്വിച്ച് ഈ രണ്ടാമത് വർക്കാവത്തുള്ളൂ. അതേ കണ്ട ഞാൻ നോക്കുന്നുണ്ടല്ലോ, സ്പീക്കറിൻ്റെ ഇത് വയർ ഇതാണ്, ആ വയറും ഇതേപോലത്തെ തന്നെയാണ്. അത് ഞാൻ ഫിറ്റ് ചെയ്തു. ഇനി എന്നിട്ട് ഞാൻ എങ്ങനെ പാട്ട് വയ്ക്കും? അവിടെ കുത്തതിൻ്റെ സ്പീക്കർ കൂടിയാണത്. ഇത്രയും വലിയ ഇത് ഇട്ടവൻ ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് 3D മാനാണ് ഞാൻ. എല്ലാവർക്കും ഹലോ. 3D മാനായിട്ടുള്ള കമ്പ്യൂട്ടർ നോക്കണേ. നമ്മൾ കമ്പ്യൂട്ടർ നോക്കുവാണെങ്കിൽ ഒരു പടക്കൂടെ വരച്ചിട്ടുണ്ട്. സോഴ്സിൽ നോക്കുവാണെങ്കിൽ കാണാം. ഞാൻ ഇവിടെ ഒരു പടം വരച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ അതിനകത്ത് നിൽക്കി പിടിച്ചിരിക്കുക. നമ്മൾ അങ്ങനെ 3D പെയിൻറ് എടുത്ത് കാണിക്കട്ടെ. എൻ്റെ പടം ഞാൻ കാണിക്കട്ടെ. ഞെട്ടില്ലേ? എത്രയൊക്കെ കഷ്ടപ്പെട്ട് വരച്ചാണെന്നോ. ഇന്ന് ലെവൽ പോലെ തുടങ്ങിയതാ. ക്ലിക്ക് കാണിച്ചു തരാം. മൗസ് ഇവിടെ ഞാൻ ഈ സൈഡിലോട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് അതേ പോണു. അങ്ങോട്ടൊന്നും പോകാൻ അനുവാദമില്ല. അങ്ങോട്ട് പോയി ഇതേ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ക്ലിക്ക് ചെയ്ത് നമ്മുടെ പടം റെഡിയാണ്. കണ്ടോളൂ. കഷ്ടപ്പെട്ട് വരച്ചെടുത്ത ഒരു പടമാണ് കമ്പ്യൂട്ടറിൽ. കഷ്ടപ്പെട്ട് വരച്ചെടുത്ത്. കാറൊക്കെ ഉണ്ട്. കാറ് തയ്യിരിക്കുന്നു. വീട്, ഈ മരമൊക്കെ ഇത് സൂര്യനൊക്കെ ഞാൻ റീസ്റ്റാർട്ടൊക്കെ ചെയ്തിട്ട് എടുത്തയാ. എന്താ മോനെ, ഞാൻ ഫയലിട്ടിക്കോ ഡെസ്ക്ടോപ്പിൽ. കോപ്പി പേസ്റ്റ് ചെയ്തേ ആവരണം. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഫയലിടാൻ മറന്നുപോയി. നമുക്കിനി അത് കട്ട് ചെയ്യാം. അവിടെ നമ്മുടെ 3D നോക്കാം. എന്നാലും 3D അടിപൊളിയിട്ടാണ്. ഞാൻ ആനിമേഷൻ ചെയ്യുന്ന ഒരു ഹാക്കറാണ്.